വായിക്കാം. 89-ാം സങ്കീർത്തനം 20, 21, 22 വാക്യങ്ങൾ. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. ഈ പാദത്തു നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ ഇടയായത്. ആമുഖമായി ഞാൻ അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ദൈവം എന്നെ ഇന്ന് ഏൽപ്പിച്ച ആ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ദൈവം നമ്മെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു പർപ്പസിനും പ്ലാനിനും വേണ്ടിയാണ് ദൈവം നമ്മെ ഇങ്ങോട്ട് അയച്ചത്. അതിനോടൊപ്പം ചേർത്ത് ഞാൻ പറഞ്ഞു പോകാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ എടുക്കണ്ട, പറഞ്ഞു പോകാം. ഞാൻ 18-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പറഞ്ഞു വന്ന സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് ദൈവിക ഉദ്ദേശത്തിൻ്റെ, പ്ലാനിൻ്റെ, പർപ്പസിൻ്റെയൊക്കെ ഹിതത്താൽ ഇവിടെ വന്നതാണ്. മടുപ്പിക്കുന്ന അനുഭവങ്ങളില്ലാതെ ഒട്ടും മുൻപോട്ട് പോകുക പ്രയാസമാണ്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണ കൊച്ചിന് എപ്പോഴും അവൻ്റെ ആഗ്രഹം മറ്റുള്ളവർ നടക്കുന്നതുപോലെ ഒന്ന് എനിക്ക് നടക്കണം. ശരിയല്ലേ? അതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം അവൻ വീഴുന്നുണ്ടായിരിക്കും. ഒരു ട്രിപ്പിൽ അവൻ വീണേച്ച് അവിടെ കിടന്നുകൊണ്ട് നയ്യം വിളിച്ചാൽ അടുത്ത സെക്കൻഡിൽ അവൻ എന്ത് ചെയ്യും? നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നോക്കി, ജനിച്ചു വീണ സമയം മുതൽ നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധികളുടെ മുകളിലൂടെ കടന്ന് ഇന്ന് ഈ കാണുന്ന നിലവാരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ കൂടെ ഒരു പദം കൂടെ ചേർത്ത് പറയുന്നു, ഈ കസേരയിൽ സമാധാനത്തോടെ ഇരിക്കുവാൻ കർത്താവ് അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതത്താൽ സംഭവിച്ചതാ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ചോദ്യം ഇതാണ്, നമ്മൾ ഈ രാജ്യത്തേക്ക് വന്നത്, ഞാനടക്കമുള്ള എല്ലാവരും നല്ലൊരു ഭാവിയെ സ്വപ്നം കണ്ട ഈ രാജ്യത്തേക്ക് വന്നത്. നമ്മുടെ ഭാവിയേക്കാൾ ആരുടെ ഭാവിയാ? മക്കളുടെ നല്ലൊരു ഭാവിയെ സ്വപ്നം കണ്ടാ വന്നേക്കുന്നത്. അല്ല ചാ, നല്ലൊരു ഭാവിയെ സ്വപ്നം കണ്ട. അന്ന് അറിഞ്ഞില്ലായിരുന്നു ഇതുപോലെയൊക്കെ വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും, ജോലി ലഭിക്കാൻ, ജോലി കിട്ടിയാൽ ജോലിക്കകത്ത് പ്രശ്നമുണ്ടാകും എന്നൊന്നും പറഞ്ഞായിരുന്നോ? ഇല്ല. പക്ഷെ ഇതെല്ലാം ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പറയും, കർത്താവേ മതി, യഹോവേ മതി, എൻ്റെ പ്രാണനെ. അടുത്ത പദമാണ് നമ്മൾ സാധാരണ പറയാറുണ്ടോയെന്നറിയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ ഒന്നും നല്ലതല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഇതൊക്കെ ഈ പ്രതിസന്ധി വരുന്നത് എൻ്റെ കയ്യിലെ കുരുത്തക്കേടാണോ എന്നൊന്നും എനിക്കറിയില്ല. അത്രയും നല്ല ക്വാളിറ്റി ഒന്നും എനിക്കുണ്ടെന്ന് തോന്നിയിട്ടുമില്ല. അതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും കർത്താവ് നിൻ്റെ കരമാണെങ്കിൽ ഒന്ന് പ്രവർത്തിക്കണം. നമ്മൾ ആദ്യം വായിച്ച വാക്യം, ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നാവിൽ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടും. അപ്പം നാവ് കൊണ്ട് നമ്മൾ പറയുകയാണ് ഇത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ പറയണം, കർത്താവേ ഈ കൺട്രിയിൽ എന്നെ കൊണ്ട് നിർത്തിയതിന് നന്ദി. ഇന്ന് പകലിൽ പറയണം, ഈ കഷ്ടതയുടെ നെടുവീർപ്പിൻ്റെ കണ്ണുനീരിൻ്റെ വേളയിൽ കൂടെ എന്നെ കടത്തിവിട്ടതിന് നന്ദി. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കാണാത്ത, ഇതുവരെയും അനുഭവിക്കാത്ത പ്രയാസത്തിൻ്റെ മുകളിലൂടെ എന്നെ കടത്തിവിടുന്നതിന് നന്ദി. ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നതിപ്പം എനിക്ക് പെട്ടെന്ന് കയറി വന്നതാ. ഏലിയാവിനെ ക്ഷീണിച്ച് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോൾ
ദൈവം അവനോട് പറയുകയാ, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താ കാര്യം? ചോദ്യം നിങ്ങളോടും കൈമാറുകയാ, ഈ ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താ? നിന്നെ ഇതിനല്ല വിളിച്ചത്, മറ്റൊരു മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ, മഹത്വകരമായ ചില പ്രവൃത്തിക്ക് വേണ്ടിയാ നിന്നെ ഞാൻ വിളിച്ചു വേർതിരിച്ചത്. കേവലം ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന കഷ്ടതയുടെ നടുവിൽ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് തളർന്നു പോകുവാനല്ല നിന്നെ വിളിച്ചത്, മറ്റു ശ്രേഷ്ഠകരമായ ഒരു ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാ. ഇവിടെ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. അതും പറയുന്നത് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരിക്കൽ കൂടെ അത് ഉറപ്പിച്ചു പറയുകയാ, അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്ന നാം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഇന്ന് പകൽ പറയണ, കർത്താവേ, എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ കഷ്ടതയുടെ മുമ്പിലും പ്രതികൂല സാഹചര്യത്തിൻ്റെ മുകളിലും കർത്താവിനോട് ഞാൻ പറയുക, കർത്താവേ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവനെ ഞാൻ നിന്ദിക്കും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകലിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നെ അതിൻ്റെ മുകളിൽ നടത്തുവാനൊരു അഭിഷേകം എൻ്റെ മേലൊന്ന് പകരണമെന്ന് പറയണം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ പലതും പറയും, ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ഉണ്ടാക്കും. അന്ന് സന്തോഷം ഉള്ളപ്പോൾ പറഞ്ഞതിനേക്കാൾ വാക്കുകൾക്ക് കാഠിന്യം കൂടുതലാണോ കുറവായിരിക്കുമോ സങ്കടം വരുമ്പോൾ? പലപ്പോഴും ദൈവത്തിന് പോലും ഹിതമല്ലാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടു വരാറില്ലേ? ദുഃഖം വരുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്തതുപോലെ കാര്യങ്ങൾ വരുമ്പോൾ ഇന്ന് പകലിൽ പറയണം, കർത്താവേ, ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം എൻ്റെ നാവിൽ ഇരിക്കുന്നുണ്ട്. ഇന്ന് പകൽ കർത്താവിൻ്റെ ഹിതമല്ലാത്തത്, ദൈവഹിതമല്ലാത്തത് ഒന്നും പറവാൻ കർത്താവേ എന്നെ ഇടയാക്കരുതേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞാൻ അവിടെ നിന്ന് പാടാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോകാം. അത് നമ്മുടെ സുവിശേഷങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ മേൽ നാവിൻ്റെ അധികാരം അവനിൽ പകർന്നപ്പോൾ, യേശുവിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ആ പ്രാവെന്ന പോലെ ഇറങ്ങിയപ്പോൾ, അവൻ്റെ നാവിൽ നിന്ന് വന്ന ഓരോ വാക്കിനകത്തും ദൈവപ്രവർത്തികൾ നടന്നു. യേശുവിൻ്റെ മാത്രമല്ല, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാരുടെ നാവിനകത്തു നിന്നും അവർ പറഞ്ഞത് അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ആ പദങ്ങൾ മാത്രം പറഞ്ഞ് സമയം അനുവദിക്കുന്നത് പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23-27 വാക്യങ്ങൾ, മർക്കോസ് 4-ന്റെ വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം, അതായിരിക്കും നല്ലത്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇവിടെയെല്ലാം നമുക്ക് ഒരു ഭാഗം കാണുവാൻ കഴിയും. യേശു സന്ധ്യ ആയപ്പോൾ അക്കരയ്ക്ക് പോക എന്ന് ശിഷ്യന്മാരോട് പറയുന്നു. യേശുവും ശിഷ്യന്മാരും പടകിൽ കയറുന്നു, യാത്ര തിരിക്കുന്നു. യാത്ര പോകുമ്പോൾ കാറ്റും കോളും ഉണ്ടാകുന്നു. ആ കാറ്റും കോളും കാണുമ്പോൾ പടകിൽ വെള്ളം ആഞ്ഞടിച്ചു കഴിയുന്നു. യേശു അമരത്ത് തല വെച്ച് കിടന്നുറങ്ങുന്നു. ആ ഉറങ്ങുന്ന പടകിനകത്തേക്ക് കാറ്റ് പ്രതികൂലമാകയാൽ കടലിലെ വെള്ളം ഇരച്ച് ആ പടകിനകത്ത് കയറുന്നു. പടക് മുങ്ങുമാറാകുന്നു. പ്രാണരക്ഷാർത്ഥം യേശുവിനെ ശിഷ്യന്മാർ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. യേശു അതിനെ ശാന്തമാക്കുന്നു. ഇതാണ് ആ സ്റ്റോറി. അത് 3 സുവിശേഷങ്ങളിലും വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ, മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുകൊണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുകൊണ്ടും ചില ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുത്ത് പറയുവാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില ഭാഗങ്ങൾ അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. മർക്കോസ് 4:35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാലും മതിയാകും. 4:35 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവനെ വിട്ടുപോകുക. യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവൻ്റെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവിടെ നിന്നും വിട്ട് പോയി.
യേശുവിനെ ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ഒറ്റ വാക്കിൽ അശുദ്ധാത്മാവ് വിട്ട് പോയി. യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ഒറ്റ വാക്കിൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും കാണുന്നുണ്ട്. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരെ പോകുക എന്ന് അവനോട് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് അവിടെ പറയുന്നുണ്ട്, അന്ന് സന്ധ്യയായപ്പോൾ എന്നാണ് പറയുന്നത്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും അവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. സന്ധ്യയായ സമയത്ത് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നാം അക്കരയ്ക്ക് പോക, അക്കരയ്ക്ക് പോക. യേശു എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില ദൈവിക ഉദ്ദേശങ്ങൾ കണ്ടിരിക്കും. ദൈവം നിന്നോട് എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും സാഹചര്യത്തിനകത്ത് നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി കണ്ടിരിക്കും. അത് രാത്രിയെന്നോ പകലെന്നോ ഇരുട്ടെന്നോ സന്ധ്യയെന്നോ ഒന്നുമില്ല, ഉഷസ്സെന്നോ ഒന്നുമില്ല. ദൈവിക പദ്ധതിക്ക് വേണ്ടി നീ നിൽക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചുള്ളൂ. ദൈവിക പദ്ധതി നിന്റെ മേൽ വെളിപ്പെടണമോ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. അന്ന് സന്ധ്യയായപ്പോൾ യേശു അവരോട് പറയുക, നാം അക്കരയ്ക്ക് പോകുക എന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ പടകിലിരുന്ന് പാടെ അവനെ കൊണ്ടുപോയി. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ പറയുന്നു, യേശു ഉറങ്ങിപ്പോയി. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് പറയുന്നത്. യേശു ഉറങ്ങിപ്പോയി. തടാകത്തിൽ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ വെള്ളം നിറഞ്ഞു. അവർ പേടിച്ച് യേശുവിനെ വിളിച്ച് ഉണർത്തി. അവൻ അമരത്ത് തലവണച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. അടുത്ത പദം, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. അടുത്ത പദം ഇങ്ങനെയാണ്, നിങ്ങളിങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ? യേശുവും ശിഷ്യന്മാരും പടകിൽ കയറി അക്കരയ്ക്ക് പോകുകയാണ്. യേശു പറയുന്നു, നാം അക്കരയ്ക്ക് പോകുക. സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകുന്ന യേശുവിനൊരു ദൗത്യമുണ്ട്. ചെയ്യാനുണ്ടെന്ന് യേശുവിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർക്ക് യാതൊരു പിടിയും ഇല്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിനകത്തും. ദൈവിക പദ്ധതി ഉണ്ടെന്നറിയാം, പക്ഷെ എപ്പോൾ അത് നിറവേറുമെന്നോ, എപ്പോൾ അത് പൂർത്തീകരിക്കപ്പെടുമോ, എങ്ങനെയായിരിക്കും ആ ദൈവിക പദ്ധതി എന്നോ ഇതുവരെയും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഒന്ന് നീ ചെയ്യണം, ദൈവം നിന്നോട് പറഞ്ഞതിനനുസരിച്ച് നീ സ്റ്റെപ്പുകൾ വെക്കാൻ തയ്യാറായിരിക്കണം. ഒരു പക്ഷെ ചുഴലിക്കാറ്റുണ്ടായിരിക്കാം, ഒരു പക്ഷെ നിന്റെ ജീവിത പടക് മുങ്ങിത്താണു പോകുമെന്ന് ശത്രു നിന്നെ നോക്കി വിധി പറഞ്ഞിരിക്കാം. മറ്റുള്ളവർക്ക് ഇപ്പോൾ നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിൽ പ്രശ്നങ്ങൾ നിന്റെ നേരെ ആഞ്ഞടിച്ചെന്നിരിക്കാം. പക്ഷെ നിന്നോട് പറഞ്ഞ ദൂത് നീ മറക്കരുത്. സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാനാണ് നിന്നോട് പറഞ്ഞത്. നിന്നെ അക്കരെ എത്തിക്കുവാൻ കഴിയുന്ന ഒരുവൻ നിന്നോട് കൂടെയുള്ളതുണ്ട്. ഈ കാറ്റിനകത്ത് നീ മുങ്ങിത്താണ് പോകത്തില്ല, ഈ പടകിനകത്ത് നീ മുങ്ങിത്താണ് പോകത്തില്ല. കാരണം നിന്നെ അക്കരെ എത്തുവാനാ കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ടുള്ളത്. അവിടെ നോക്കിക്കേ, 37-ാമത്തെ വാക്യം, മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ വാക്യം. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി, പടകിൽ തീര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. പടകിൽ തീര തള്ളിക്കയറുക. ഒന്ന് മാറി ഓരോ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, മുങ്ങി
താണുപോകുമെന്ന് നീ ഭാരപ്പെടുമ്പോൾ, കർത്താവെ എങ്ങനെയാണ് ഇതിൽ നിന്ന് കയറുക, എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക എന്നനുസരിച്ച് മറ്റുള്ള വഴികൾ തേടുകയല്ല. ഇന്ന് പകൽ ആത്മാവിൽ പറയണം, അവൻ എന്റെ ബലമായി, എന്റെ ഭുജമായി, എന്നോട് കൂടെയുള്ളതുകൊണ്ട് ഈ പടക് മുങ്ങിത്താഴുകയില്ല, ഈ പടക് തീരത്ത് എത്തിച്ചേരുവാനിടയായി തീരും. കാരണം കർത്താവ് എന്നോട് പറഞ്ഞ ദൂത് അത് നിറവേറപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ നോക്കിക്കേ, ഇത്രയും കാറ്റും ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ നടക്കുമ്പോഴും യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ചോദ്യം നിങ്ങളിലോട്ട് ഞാനൊന്ന് കൈമാറുകയാണ്. ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തിയില്ലെന്ന് വിചാരിക്കുക. ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തിയില്ല. പടകിൽ വെള്ളം കയറുന്നു, ആ പടക് മുങ്ങുമായിരുന്നു. യേശു കിടന്ന് ഉറങ്ങുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ വിഷനിൽ യേശു കിടന്ന് ഉറങ്ങുന്നു. ശിഷ്യന്മാർ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ കിടന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നു. ശിഷ്യന്മാർ വിളിച്ച് എഴുന്നേൽപ്പിച്ചില്ലെന്ന് വിചാരിക്കുക. ഈ പടക് മുങ്ങുമായിരുന്നു? മുങ്ങില്ല, ഒരിക്കലും മുങ്ങാൻ പോകുന്നില്ല. കാരണം അക്കരയ്ക്ക് പോകാൻ ദൂതുണ്ട്. നീ അക്കരെ എത്തുമെന്ന് ദൂതുണ്ട്. അക്കരെ എത്തുന്നത് വരെ ഈശാനമൂലൻ അടിച്ചാലും, അക്കരെ എത്തുന്നത് വരെ പടക് മുങ്ങുമെന്ന് തോന്നിയാലും, യേശു കിടന്നുറങ്ങുകയാ, ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണെന്ന് നിനക്ക് തോന്നിയാലും, യേശുവിന് ഒരു അന്തവും കുന്തവുമില്ലാതെ ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണെന്ന് നിനക്ക് തോന്നിയാലും, എനിക്ക് തോന്നിയാലും, നിന്നോട് പറഞ്ഞത് അക്കരെ എത്തുമെന്നാണെങ്കിൽ, അക്കരെ എത്തിക്കുവാൻ കഴിയുന്നവൻ ഉറങ്ങുകയാണെന്ന് നിനക്ക് തോന്നിയാലും, അവൻ മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. എന്നിട്ട് അടുത്തത്, കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. 5-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത്, അവർ കടലിൻ്റെ അക്കരെ ഗദര ദേശത്ത് എത്തി. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായച്ചാ, പടക് മുങ്ങിത്താണ് പോകുന്ന നിലവാരത്തിൽ, പ്രാണൻ നഷ്ടപ്പെടുമെന്ന് ലോകം വിധി പറയത്തക്ക നിലവാരത്തിൽ, ഒരിക്കൽ കൂടെ ഇന്നത്തെ നിലവാരത്തിൽ പറയുകയാണെങ്കിൽ കപ്പൽ വലിയ പ്രതിസന്ധിയിലാണ്. മിക്കവാറും 4 എണ്ണത്തിൻ്റെ ബോഡി വരാൻ തയ്യാറുണ്ട്. മിക്കവാറും പന്തലിട്ടോളം പറഞ്ഞ നിലവാരത്തിൽ. ഒന്നും കൂടെ ചേർത്ത് പറയാം, ഈ രാജ്യത്ത് നിന്ന് തന്നെ കയറിപ്പോകേണ്ട നിലവാരത്തിൽ പ്രശ്നം നിന്റെ നേരെ വന്നാലും ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയണം, എന്നോട് പറഞ്ഞ ദൂത് ഞാൻ അക്കരെ എത്തുമെന്ന. അതാണെങ്കിൽ ഞാൻ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നു. ആ വാഗ്ദത്തം എന്നിലൂടെ പുറത്തു വന്നിരിക്കും. നോക്കിക്കേ, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അവരക്കരെ എത്തി. അടുത്തത്, എത്തിയ ഉടനെ, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു. ഒന്ന് ക്ലബ് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. ഇത്രയും വലിയ പ്രതിസന്ധി കഴിഞ്ഞ്, ഇത്രയും വലിയ പ്രതികൂല സാഹചര്യം കടന്ന് ഒന്ന് കര കണ്ടു കഴിഞ്ഞപ്പോൾ ദാ വരുന്ന അടുത്തൊരു പ്രശ്നം. യേശുവിനെ വിശ്വാസമുള്ളേ, യേശുവിനെ ദൂതുള്ളേ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടേ? യേശുവിനെ അറിയാളോട് അവർ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നതാണെന്ന്. ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ പോകുന്നതേ ഉള്ളൂ. ഇത്രയും വലിയ പ്രശ്നം കടലിൽ നിന്ന് അനുഭവിച്ച് ഹാവോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊരു ശ്വാസം വിടാൻ നിൽക്കുമ്പോൾ അവിടെ ചെന്ന് കാല് കുത്തിയപ്പോഴത്തേന് ദാ വരുന്നു പ്രതികൂലമായി ഭൂതഗ്രസ്തൻ ഒരുത്തൻ. നമ്മുടെ ജീവിതം ഇതുപോലെയൊക്കെ തന്നെയല്ലേ?
ഒരിടത്തുനിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാമെന്ന് വിചാരിച്ച് ഒന്ന് രക്ഷപ്പെട്ട് ഇപ്പുറത്ത് വരുമ്പോൾ ദാ വരുന്ന അടുത്ത സാധനം. അതിനേക്കാളും വലുത്. നമ്മുടെ നാട്ടിൽ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, പടയെ പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് പന്തംകുളത്തിയായിട്ട് ഇങ്ങോട്ട് പട വരുന്നത് എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് ശിഷ്യന്മാരുടെ. ഇനി ഇതിൻ്റെ ആഘാതം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഭാഗമാണ്, എങ്കിലും എന്നെ തൊട്ട പദങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അവൻ വന്നത് കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. സാധാരണ ആളുകൾ വീട്ടിൽ നിന്ന് വന്നാ എതിരേറ്റിരുന്നത്. ഇപ്പൊ ദേ ഒരുത്തൻ സ്വീകരിക്കാൻ വന്നവൻ കല്ലറകളിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ജീവശവങ്ങളായിട്ട് കിടക്കുന്ന, ഒരു ജീവൻ പോലും തുടിക്കാത്ത, ജീവന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരുത്തൻ ജീവന്റെ ദാതാവായ ഒരുവനെ എതിരേറ്റു വന്നിരിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ പദം പറയാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ളവൻ എന്ന പേര്, പക്ഷെ അവൻ താമസിക്കുന്നത് ജീവൻ അറ്റ സ്ഥലത്താണ്. ജീവന് ഒരിക്കൽ പോലും കൊടുക്കുവാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് അവൻ താമസിക്കുന്നു. ഇവിടെ ഗദരദേശത്തേക്ക് കാലുകുത്തിയ ഉടനെ ജീവനുള്ളവന്റെ ജീവന്റെ ദാതാവിനെ എതിരേറ്റു വരുന്നത് കല്ലറകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരുവൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ആരോടൊക്കെയോ ദൂത് കൈമാറുകയാ. ജീവനറ്റ ചിലതിനെ ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാ നിന്നെ ഇന്ന് പകലും ഈ ആലയത്തിനകത്ത് കൂട്ടി വരുത്തിയിരിക്കുന്നു. അല്ല, ഒരിക്കൽ കൂടെ ചേർത്ത് പറയുന്നു, ജീവനില്ലാത്ത ചിലതിനെ ജീവൻ പകരാൻ വേണ്ടിയാ നിന്നെ ഈ രാജ്യത്തേക്ക് കൂട്ടി വരുത്തിയതെന്ന്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയണം, കർത്താവേ, ഞാൻ ജീവനില്ലാത്തവനായി ഇരിക്കുവാനല്ല, എന്നെ കാണുന്നവൻ ജീവനുള്ളവനായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ അവസ്ഥ, അവൻ്റെ പാർപ്പ് കല്ലറകളായിരുന്നു. ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കായിരുന്നു. ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഒരുമി ഓടിച്ചും കളഞ്ഞു. അവനെ ആർക്കും അടക്കുവാൻ കഴിഞ്ഞില്ല. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു സാധനം മുമ്പിലോട്ട് വന്നേക്കുക. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത തിരയും കാറ്റും ഗോളും വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? പറഞ്ഞേ, ശാന്തമാക്കി. ഇപ്പോൾ അതിനേക്കാളും വലിയ ഒരുത്തൻ, അത് പിന്നെ പ്രകൃതിയായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയായിരുന്നു. ഇപ്പോൾ ദാണ്ടോ അതിനേക്കാളും സാഹസികത നിറഞ്ഞ ഒരുത്തൻ എന്ത് ചെയ്യുന്നു? മല്ലനെ പോലെ ഒരുത്തൻ മുമ്പിൽ വന്നിരിക്കുന്നു. അവൻ്റെ പ്രത്യേകത, കല്ലറകളിൽ അവൻ്റെ താമസം. ചങ്ങല കൊണ്ടുപോലും അവനെ ബന്ധിക്കാൻ കഴിയത്തില്ല. അവൻ ചങ്ങല വലിച്ചു പൊട്ടിക്കുന്നവനാ, വിലങ്ങ് ഒരുമി ഒടിച്ചു കളയുന്നവനാ. അവനെ ആർക്കും, എന്തൊരു ക്വാളിഫിക്കേഷനല്ലേ! നമ്മുടെ പേരിൻ്റെ കൂടെ BSc NMC എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് വയ്ക്കുന്ന പോലെ, ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുന്ന പോലെ എന്തൊക്കെ സംഭവങ്ങൾ അവൻ്റെ പേരിൽ എഴുതി വെച്ചേക്കുന്നത്. ഇത്രയൊക്കെയുള്ള ഒരുവൻ യേശുവിനെ എതിരേറ്റു വരികയാണ്. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ അവൻ യേശുവിനോട് കുറേ സംഭാഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. യേശു അവനെ സൗഖ്യമാക്കി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ, യേശു ആ സ്ഥലത്തു നിന്നും, ഗദരദേശത്തു നിന്നും ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ, അവിടെ 18-ാമത്തെ വാക്യം, അവൻ പടക് കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിച്ചില്ല. ഈ കഷ്ടതയൊക്കെ നടന്നു. അതിൽ നിന്ന് വിടുതൽ കിട്ടിയപ്പം നമ്മളും ചില പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? എല്ലാ പ്രാർത്ഥനയൊന്നും കർത്താവ് കേൾക്കാത്തതിന് എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എൻ്റെ പ്രാർത്ഥനയൊക്കെ കർത്താവ് എടുത്തോളണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അങ്ങനെ എടുത്തു പോയായിരുന്നെങ്കിൽ, ഈ ദുഷിച്ച ജീവിതം മടുത്തു കർത്താവേ എന്ന് പറഞ്ഞ സമയത്തൊക്കെ അങ്ങ് ഒറ്റ നിപ്പിനങ്ങ് വീണ് പോയായിരുന്നെങ്കിൽ, ഹേരോദാവൊക്കെ വീണ് പോയ പോലെയൊക്കെ വീണ് പോയായിരുന്നെങ്കിൽ, ചില പ്രാർത്ഥനകളൊക്കെ കർത്താവ് കേൾക്കാത്തതിന് എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? ഇവിടെ നോക്കിക്കേ, പടക് കയറാൻ വേണ്ടി യേശു നിൽക്കുമ്പോൾ സൗഖ്യം പ്രാപിച്ചവൻ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാനും നിന്റെ കൂടെ പോരുക. ഇത്രയും നാൾ ശവക്കോട്ടെ കിടന്നവനാ,
ഇത്രയും നാളും ആർക്കും വേണ്ടാത്തവനായിട്ട് കിടന്നവനാ. എന്നാ പിന്നെ നിന്റെ കൂടെ വരാന്ന് പറഞ്ഞപ്പോൾ യേശു പറയാ, ഡേ നീ എൻ്റെ കൂടെ വരണ്ട. അടുത്ത സെന്റൻസ്, യേശു അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചത് പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അടുത്ത 20 ദെക്കപ്പൊലി നാട്ടിൽ യേശു ചെയ്തതൊക്കെയും ഘോഷിച്ച് തുടങ്ങി. ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാം പറയുന്നത് ദൈവം കേൾക്കാതെ വരുമ്പോൾ നമുക്കും വളരെ വിഷമമാണ്. സൗഖ്യമാക്കിയ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്ന ആരുടെ ആഗ്രഹം? ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ ആഗ്രഹം. അവൻ്റെ ആഗ്രഹം, എന്നെ സൗഖ്യമാക്കിയ കർത്താവിൻ്റെ കൂടെ എങ്ങോട്ടും പോകുവാൻ ഞാൻ റെഡിയാണ്. എടാ, ഇത്രയും നാൾ ഞാൻ താമസിച്ചത് ഈ ശവപ്പറമ്പിനകത്താണ്. ഇനി എനിക്ക് ജീവൻ നൽകിയ കർത്താവിൻ്റെ കൂടെ എനിക്ക്, കർത്താവ് എവിടെ പോകുന്നു അവിടെ പോകാൻ റെഡിയാണ്. കർത്താവ് ഇംഗ്ലണ്ടിൽ പോകുകയാണെങ്കിൽ അവിടെ പോകാൻ റെഡിയാണ്. അമേരിക്ക പോകുകയാണെങ്കിൽ അവിടെ റെഡിയാണ്. കേരളത്തിൽ പോകുകയാണെങ്കിൽ അവിടെയും റെഡിയാണ്. നോർത്ത് ഇന്ത്യയിൽ പോകാനാണെങ്കിലും അവിടെയും ഞാൻ റെഡിയാണ്. ഇതൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു പദം ഇതാണ്, യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തത് എന്ത് ചെയ്യണം? പറയണം. ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിന്നെ കൊണ്ട് ആ സ്ഥലത്ത് ചില ദൈവിക പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ വേണ്ടിയാ. നിങ്ങൾ നോക്കിയാൽ മതി, ദെക്കപ്പൊലി നാട്ടിൽ യേശു പോയിട്ട് ഒരു അത്ഭുതം പ്രവർത്തിച്ചില്ല, പക്ഷെ ഇവൻ പോയിട്ട് ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ദെക്കപ്പൊലി നാട്ടിൽ യേശു ചെന്നില്ലെങ്കിലോ നീ സൗഖ്യമായതുമായി അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ ചില ദൈവ പ്രവർത്തികൾ നടക്കും. കാരണം ചില അത്ഭുതങ്ങൾക്ക് വേണ്ടിയ കർത്താവ് ഇക്കരെ വന്നത്. ചില ദൈവിക വാഗ്ദത്തങ്ങൾ നിന്നിൽ വെളിപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയ ഇക്കരെ കർത്താവ് വന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ വിളിച്ച് വേർതിരിച്ച് ഈ സ്ഥാനത്താക്കിയിട്ടുണ്ടെങ്കിൽ ദൈവിക പദ്ധതി നിന്നിലൂടെ വെളിപ്പെടുവാൻ വേണ്ടിയാ. അത് യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ഒറ്റ വാക്കിനകത്താ അവനിൽ ജീവൻ ചലിക്കുവാൻ തുടങ്ങിയത്. യേശു 8-ാമത്തെ വാക്യം, അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അവൻ്റെ കൽപ്പനയ്ക്കകത്തൊരു അധികാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മക്കളായ എനിക്കും നിങ്ങൾക്കും അതേ അധികാരം അവൻ തന്നിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും തന്ന കർത്താവിൻ്റെ കരം എന്നോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അധരങ്ങളെ തുറന്ന് ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ജീവന്റെയും മരണത്തിന്റെയും അധികാരം അവൻ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ നാവിൽ പറഞ്ഞിരിക്കുന്ന വചനത്താ അവൻ ചില വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ പറയാൻ കഴിയും, യേശുവിൻ്റെ വായിലെ വാക്കുകളാൽ അത്ഭുതം സംഭവിക്കും. മനുഷ്യനെ കൊണ്ടെങ്ങനെ കഴിയും? 2 രാജാക്കന്മാർ വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ സുബിക്ക് കഴിയുമെങ്കിലൊന്ന് വായിച്ചാട്ടെ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദൈവപുരുഷന്റെ ബാല്യക്കാർ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരുടെ കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. അവന്റെ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. മതി. ഈ സന്ദർഭമൊക്കെ സാഹചര്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ നാവിൽ അധികാരം പറഞ്ഞേ കർത്താവ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ദൈവപുരുഷനായ ഏലീശ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ല. ഏലീശയുടെ ബൽത്തിനും കിടന്നുറങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വീടൊക്കെ അടച്ച് ജനലൊക്കെ കൂട്ടിയിട്ടുണ്ടോ നോക്കി എല്ലാം റെഡിയാക്കി ഓക്കെ ആമേൻ പറഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് വൃത്തിയാൻ വാതിൽ തുറന്നപ്പോൾ കാണുന്ന കാഴ്ച, അല്ലെങ്കിൽ ജനലിൻ്റെ ആ പാളി ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച,
അരാം സൈന്യം വന്ന് വളഞ്ഞു നിൽക്കുകയാണ്. ബാല്യക്കാരൻ ഉടനെ നിലവിളിക്കുന്നു, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും? അതേ സ്പോട്ടിൽ ഒരു സെക്കൻഡ് പോലും വൈകാതെ അഭിഷിക്തൻ പറയുന്നൊരു പദമാണ്, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റുമോ ഈ ഒരു സിറ്റുവേഷനകത്ത്? വീടിന് വെളിയിൽ കൂടെ, റോട്ടിൽ കൂടെ ഒരു പോലീസ് വണ്ടി പോയി കഴിഞ്ഞാൽ പറ ഷൈനി സിസ്റ്ററെ, ഉള്ളിനകത്ത് കൂടെ പിന്നെ ട്രെയിൻ ഓടും, ലെവലേശം പോലും പേടിയില്ലാതെ, ഒരിക്കൽ പോലും പതറിപ്പോകാതെ സ്പോട്ടിൽ മറുപടി കൊടുക്കുക, അവരോട് കൂടെയുള്ളതിനേക്കാൾ അധികം പേര് നമ്മോട് കൂടെ ഉണ്ടടാ. എവിടെ നിന്നാ ധൈര്യം വേട്ടെ? വാഗ്ദത്തത്തിൻ്റെ അഭിഷേകം അവൻ്റെ മേൽ തലമേൽ വീണിട്ടുണ്ട്. ദൈവിക ദൂത് അവൻ്റെ മേൽ വീണിട്ടുണ്ട്. ഏലിയാവ് ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠകരമായത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഏലിയാവിൻ്റെ മേൽ പകർന്ന അഭിഷേകത്തെ, ശക്തമായ ഒരു അഭിഷേകം ഈ എൻ്റെ മേൽ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യമാ. അത് പറയാനുള്ള തൻ്റെ ഇടം അവൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. കാരണം ആ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി കുറച്ചൊന്നല്ല അവൻ പാടുപെട്ടിട്ടുള്ളത്. അത്രയും ധൈര്യത്തോടെ പറയാനുള്ള ഒരു കരുത്ത് അവൻ നേടിയെടുത്തത് ഒറ്റ രാത്രി കൊണ്ടല്ല കേട്ടോ, ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല. ഏലിയാവ് പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച ഏലീശ അവിടെ കുത്തിയിരിക്കുകയല്ലായിരുന്നോ? ഏലിയാവിൻ്റെ പിന്നാലെ അത് കിട്ടുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ, വാഞ്ചയോടെ അവൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. നിങ്ങൾ ആ ഭാഗം ഒന്ന് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ഏലിയാവിൻ്റെ കഴിവിൻ്റെ മാക്സിമം അവനെന്ന് ഉത്സാഹപ്പെടുത്തുന്ന ഭാഗങ്ങളുണ്ട്. എന്നെ അങ്ങോട്ട് അയക്കുന്നുണ്ട്, ദോതാനിലേക്ക് അയക്കുന്നുണ്ട്, അങ്ങോട്ട് അയക്കുന്നു, ഇങ്ങോട്ട് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നീ ഇവിടെ ഇരുന്നോ, ക്ഷീണിച്ചു പോകും. എന്തൊക്കെ ഉത്തരവാദിത്വം അല്ലേ? പക്ഷേ ഏലീശയ്ക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും, ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു ഭാഗം ഇതാണ്, ഏലിയാവ് കർമ്മേലിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത് ഏലീശയുടെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ കോതിക്കൊണ്ടിട്ടുണ്ടാകും. എടാ, ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ശക്തിയോടെ ദൈവമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചിന്ത ഏലീശയ്ക്ക് ഒരു പക്ഷെ തോന്നിയിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും അവനെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചൊരു ഘടകം. ഇവിടെ നോക്കിക്കേ, പർവ്വതം മുഴുവൻ ചുറ്റി നിൽക്കുമ്പോൾ ഏലീശയുടെ ശിഷ്യൻ ചോദിക്കുക, യജമാനനെ എന്നാ ചെയ്യും? എന്നാ ചെയ്യുമെന്ന് ചോദിക്കുന്നവനോട് നോക്കി, മുഖത്ത് നോക്കി ഒറ്റ മറുപടിയുള്ളൂ, എടാ, അവനോട് കൂടെയുള്ളവരെക്കാൾ അധികം പേര് എന്നോട് കൂടെ ഉണ്ടെന്ന്. ഇന്ന് പകരം എത്ര പേർക്ക് ആത്മാവിൽ പറയാൻ കഴിയും? എന്റെ ജോലി സ്ഥലത്ത് ആരൊക്കെ പ്രതികൂലമായി നിന്നാലും അവരോട് കൂടെ ഉള്ളതിനേക്കാൾ അനുകൂലമായവൻ എന്നോട് കൂടെ ഉണ്ടെന്ന്. ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, എന്നോട് കൂടെയുള്ള ഒരുവനുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിക്കത്തില്ല, ഞാൻ ഭ്രമിച്ചു പോകത്തില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞ്, ദൂത് പറഞ്ഞു കഴിഞ്ഞിട്ട്, ശിഷ്യനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏലീശ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. ഏലീശ അവിടെ ഒരു 3 പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. 3 പ്രാർത്ഥനയ്ക്കകത്തും സ്വർഗം ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. കേവലം മനുഷ്യനായ ഏലീശയുടെ മേൽ അഭിഷേകം വീണപ്പോൾ അവൻ പറഞ്ഞത് സ്വർഗത്തിൽ തുറക്കപ്പെട്ടു, അവൻ പറഞ്ഞത് ഭൂമിയിലും തുറക്കപ്പെട്ടു. ഇന്ന് പകൽ ആത്മാവിൽ പറയണം, എൻ്റെ നാവിൽ തന്ന അധികാരത്താൽ ദൈവം എന്നോട് പറയുന്നത് കൽപ്പിക്കുന്നത് ഞാൻ ചെയ്യുവാൻ തയ്യാറാ. ജീവിക്കുന്നതിൻ്റെയും ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം എൻ്റെ നാവിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവിക പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ. അവിടെ ഭൃത്യൻ്റെ കണ്ണ് എന്ത് ചെയ്തു? തുറന്നു. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ വെളിപ്പാട് കണ്ടു.
ഇന്ന് പകലിൽ പറയണം, കർത്താവേ, എൻ്റെ അന്ധത പിടിച്ച ആത്മീയ കണ്ണുകളെ ഈ ദിവസങ്ങളിൽ നിന്ന് തുറന്നു തരണം. ഇറങ്ങിത്തിരിച്ച നാളുകളുണ്ടായ ആത്മീക വെളിപ്പാടും, ഇറങ്ങിത്തിരിച്ച നാളുകളുണ്ട് ആത്മീക സന്തോഷവും, ഇറങ്ങിത്തിരിച്ച നാളുകളുണ്ട് ദർശനവും, ഇറങ്ങിത്തിരിച്ച നാളുകളിലുണ്ട് ആത്മീക സ്നേഹവും. കർത്താവെ, എവിടെയെങ്കിലും മൂലച്യുതി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്ന് വിശാലതകളിലേക്ക് ഒന്ന് നയിക്കണമേ. ഇവിടെ നോക്കിക്കേ, ഈ കണ്ണ് ഇതുവരെയും ബാല്യക്കാരൻ എന്ത് ചെയ്തില്ല? തുറന്നിട്ടില്ലായിരുന്നു. ഏലീശ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വരെ, എടാ, ഏലീശയുടെ കൂടെ കൂടിയിട്ട് കാലം കുറയായില്ലേ? ഏലീശ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് കാലം കുറയായില്ലേ? നമ്മുടെ ഭാഷയെ പറയാം, എല്ലാ ഞായറാഴ്ച ശനിയാഴ്ചയും ആരാധനയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് കൈയടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? എല്ലാ ആഴ്ചയിലും വന്ന് സ്തോത്ര കാഴ്ച ഇടാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? എന്റെ ഈ വാഗ്ദത്തങ്ങൾ നിനക്ക് കാണാതെ പോകുന്നു. ഇന്ന് പകൽ പറയണം, കർത്താവേ, എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. അടുത്തത്, അരാമ്യർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ഏലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജനത്തെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഏലീശയുടെ അപേക്ഷ പ്രകാരം അവരെ അന്ധത പിടിപ്പിച്ചു. അടുത്ത ഭാഗം, ശമൂര്യയിലെത്തിയപ്പോൾ ഏലീശ, യഹോവേ, കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. യഹോവ അവരുടെ കണ്ണ് തുറന്നു. ഒരേ ഇൻസിഡൻറ്റിനകത്ത് 3 പ്രാവശ്യം അവൻ പ്രാർത്ഥിക്കുകയാണ്. ആ 3 പ്രാർത്ഥനയ്ക്കകത്തും സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആ പദം പറയാൻ ആഗ്രഹിക്കുന്നു. നിന്റെ നാവിൽ ചില അധികാരങ്ങൾ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ അധികാരത്തെ വിനിയോഗിക്കുവാൻ, പ്രോപ്പറായിട്ട് വിനിയോഗിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിനക്കെതിരെ ഒരു ശത്രുവും നിനക്കെതിരെ വരത്തില്ല. ഇനി വന്നാൽ തന്നെ അവനെ മുട്ടു മടക്കിക്കേണ്ടടുത്ത് കർത്താവ് അവനെ മുട്ടു മടക്കിച്ചിരിക്കും. പിടിക്കാൻ വന്നത് ആരെയാ? ഏലീശന്. സത്യമല്ലേ? ഇപ്പം അവരെത്തി നിൽക്കുന്ന എവിടെയാ? ശമര്യയിൽ. പിടിക്കാൻ വന്നത് ആരെയാ? ഏലീശയാ. ഏലീശനെ പിടിക്കാൻ വന്ന ആൾക്കാർ ഇപ്പൊ പോയി നിൽക്കുന്നത് എവിടെയാ? ശമര്യക്കകത്ത്. വാഗ്ദത്തം പ്രാപിച്ച നീ നിന്റെ നാവിൽ തന്ന അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിന്നെ പ്രതികൂലമായി പിടിക്കുവാൻ വരുന്ന ചിലതിനെ വഴിതെറ്റിച്ച് വിടുവാനുള്ള ഒരു അഭിഷേകം നിന്റെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. ശമര്യയിൽ ചെന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ശമര്യയിലല്ല പിടിക്കാൻ വന്നത്, ഏലീശ ഇരിക്കുന്നിടത്താണ് പിടിക്കാൻ വന്നത്. പക്ഷേ ഇപ്പോൾ അവരെവിടെ നിൽക്കുന്നേ? ശമര്യക്കകത്ത്. വഴിതെറ്റിച്ച് വിടുവാനും കർത്താവിൻ്റെ കരം ചലിക്കും. യോപ്പയിൽ പേടമാനം നടത്തുമെന്നുള്ള തബീത എന്ന പേരുള്ള ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവരായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 36 മുതൽ 42 വാക്യങ്ങളാണ്, 42 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ പത്രോസ് ആ സമയത്ത് യോപ്പയിലുണ്ട്. യോപ്പയിലുള്ള പ്രിയപ്പെട്ടവർ അവിടെ ചെന്ന് പറഞ്ഞു, നീ പെട്ടെന്ന് വരണം, ഞങ്ങളുടെ അടുക്കലോളം വരണം, കാരണം തബീത മരിച്ചു. അങ്ങനെ തബീതയുടെ അടുത്ത് യോപ്പയിലെത്തി പത്രോസ് എത്തി. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന പോലെ, മരണ വീടുകളിൽ കണ്ടുവരുന്നത് പോലെ അവിടെയുള്ള വിധവമാർ കരഞ്ഞുകൊണ്ട് അവിടെ തബീത ഉണ്ടാക്കിയ സാധനങ്ങളും കുപ്പായങ്ങളും ഉടുപ്പുകളൊക്കെ കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. എന്നെ ഉടക്കിയ പദം ഇതാണ്, പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നെ ചിന്തിപ്പിച്ച പദം ഇതാണ്, അവിടെ കരച്ചിലും നിലവിളിയും ഒന്നും അവന് ശ്രദ്ധിക്കാൻ നേരമില്ലായിരുന്നു. അവിടെ എന്ത് പ്രശ്നമാണെന്ന് ചിന്തിക്കാനൊന്നും പുള്ളിക്ക് നേരമില്ലായിരുന്നു. അവിടെ അവരെയൊക്കെയും പുറത്താക്കിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു പ്രശ്നം വരുമ്പോൾ
പ്രതികൂല സാഹചര്യത്തിന്റെ മുഖത്താകുമ്പോൾ അതിന്റെ സൊല്യൂഷൻ നോക്കി പോകുവാനല്ല, നീ അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്ന പകലായി മാറട്ടെ. അവിടെ പ്രത്യേകതയുണ്ട്. ആ വീട്ടുകാർ മാത്രമല്ല കരയുന്നത്. അവിടെ എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളൊക്കെ കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നത്. അവിടെ ഒരു പദവും കൂടെ ചേർത്ത് പറയാം. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും സ്നേഹമുള്ള ഒരു സഹോദരി. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കഷ്ടത വന്നാലും ഈ പുള്ളിക്കാർ കൂടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടല്ലേ ഇത്രയും ആൾക്കാർ അവിടെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഈ പുള്ളിക്കാർ ഒരു പ്രശ്നം വന്നപ്പോൾ ഇട്ടേച്ച് പോയായിരുന്നെങ്കിൽ ഇവർ കുപ്പായവും പിടിച്ചുകൊണ്ട് കരയുമായിരുന്നു. ഒരു പക്ഷേ പ്രശ്നം വരും, നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ 10 ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ കണ്ടേക്കാം. പക്ഷെ എൻ്റെ കരച്ചിലിൻ്റെ വേളയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ ഇതിനകത്തും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹോദരി ആയിരിക്കണം. ഇതൊക്കെ കാണിച്ച് കരയുന്നിടത്ത് നിന്ന് പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അടുത്ത പദം ഇങ്ങനെയാ: മൃതശരീരത്തിന് നേരെ തിരിഞ്ഞ് തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ടു, എഴുന്നേറ്റ് ഇരുന്നു. യേശു, നമ്മൾ വായിച്ചത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിച്ചത്, ഭൂതഗ്രസ്തനായ ഒരുത്തനെ, ജീവനുള്ള ഒരുത്തനെ എഴുന്നേൽപ്പിച്ചതാണ്. എന്നാൽ അവൻ്റെ കൂടെ നടന്ന ശിഷ്യനെ എഴുന്നേൽപ്പിച്ച് മരിച്ച ഒരുത്തനെയാണ്. നമുക്ക് വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ മേൽ പകർന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷ പത്രോസിൻ്റെ നാവിൽ പകർന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞതിനെ അതുപോലെ മരിച്ചു കിടന്ന ഒന്നിനെ അവൻ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ നാവിലും ഈ അധികാരം തന്നിട്ടുണ്ട്. നാം അതിനെ പ്രകാരം വിനിയോഗിക്കുന്ന ഈ നാളുകളിൽ ഏത് സാഹചര്യമാണെന്ന് നോക്കരുത്, ഏത് കാലാവസ്ഥയാണെന്ന് നോക്കരുത്. നിന്നോട് പറഞ്ഞത് അക്കരയ്ക്ക് പോകാനാണോ, നീ അക്കരയ്ക്ക് പോകാൻ തയ്യാറായാൽ മതി. കാറ്റും കോളും മുങ്ങി താഴുമെന്ന് നീ തോന്നിയാലും, ഈ രാജ്യത്തിനകത്ത് നീ പെട്ടുപോകുമെന്ന് നിനക്ക് തോന്നിയാലും, നിന്നെ അക്കരെ എത്തിക്കാമെന്ന് ദൂത് നിന്നോടുണ്ടെങ്കിൽ, നീ അക്കരെ എത്തുമെന്ന് നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗദരദേശത്ത് നീ എത്തുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദത്തത്തെ നീ വിശ്വസിച്ചാൽ മതി. അവിടെ ഒരു ദൈവത്തിൻ്റെ മഹത്വം നീ കണ്ടിരിക്കും. ചില പ്രാർത്ഥനകൾ ചിലപ്പോൾ ദൈവം കേൾക്കാതെ വരുന്നുണ്ടായിരിക്കാം. അതിൻ്റെ പിന്നിൽ ചില ദൈവിക പദ്ധതികളോട് നിന്നെ നടത്തി ചിലതിനെ വീണ്ടെടുക്കുവാൻ കൂടി വേണ്ടിയാ. ഗദരദേശത്തുനിന്ന് ഭൂതഗ്രസ്തനായവൻ യേശുവിൻ്റെ കൂടെ പോകാൻ ശ്രമിക്കുമ്പോൾ യേശു അവനോട് പറയുന്നു, നീ നിന്റെ നാട്ടിൽ ചെന്ന് നിന്റെ വീട്ടുകാരോട് നീ പറ, യേശു നിനക്ക് വേണ്ടി ചെയ്തതെന്തെന്ന്. യേശുവിൻ്റെ കൂടെ പോയായിരുന്നെങ്കിൽ ആ ദെക്കപ്പൊലി നാട്ടിൽ ഒരിക്കൽ പോലും അസുവിശേഷത്തില്ല. ഇനി അടുത്തൊരു പദവും കൂടെ പറയാം. ഇവനെ സൗഖ്യമായി എന്ന് വിചാരിക്കും. സൗഖ്യമായി ഇവൻ യേശുവിൻ്റെ പിന്നാലെ അങ്ങ് പോയി. സൗഖ്യമായി അന്ന് രാത്രി തന്നെ തിരിച്ച് യേശുവിൻ്റെ കൂടെ പോയി. നമ്മളാണെങ്കിലും സാഹചര്യത്തിൽ പറയുന്നൊരു പദമുണ്ട്. യേശു എന്ന് പറഞ്ഞൊരു പുള്ളി വന്നായിരുന്നു, പുള്ളി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ അവനെ കണ്ടിട്ടില്ല ഈ നാട്ടിലൊന്നും. ശരിയല്ലേ? പിന്നെ അവനെ ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ല, അറിയത്തില്ല. പിന്നെ പുള്ളി ജീവനുണ്ടോ? പടക് കയറി ഒരുത്തൻ ഇവിടെ വന്നു, അവൻ പ്രാർത്ഥിച്ചു, കുറെ പന്നികൾ ചത്തു, അതുണ്ടായി മെച്ചം. നമ്മളിതൊക്കെയാണ് പറയാൻ പോകുന്നത്. ശരിയാണോ? മാനുഷികമായ ചിന്തയില്ല. നിങ്ങൾ നോർമലായിട്ടും ചിന്തിച്ചാൽ മതി. ഒരു കുഴപ്പമില്ലാതിരുന്ന 10,000 പന്നിയാ ചത്തുപോയത്. എന്ത് ഗുണമുണ്ടായി? അവന് കുറെ നഷ്ടം വന്നു.
അവനോട്ട് ഇവിടെ കാണാനും ഇല്ല. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നീ ദെക്കപ്പൊലി നാട്ടിൽ നിന്നേ പറ്റൂ. UK വന്ന് തിരിച്ചു പോകുവാനല്ല, UK നിന്ന് ചില ദൈവപ്രവർത്തികൾ നിന്നിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നിന്നെ UK അയച്ചിട്ടുണ്ടെങ്കിൽ UK ചില ദൈവിക പ്രവർത്തികൾ നിന്നിലൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയാ നിന്നെ ഈ രാജ്യത്തേക്ക് അയച്ചത്. ഒരിക്കൽ കൂടെ, ദെക്കപ്പൊലി നാട്ടിൽ നിൽക്കേണ്ടവൻ യേശുവിൻ്റെ കൂടെ പോകുവാനല്ല, ദെക്കപ്പൊലി നാട്ടിൽ നിൽക്കേണ്ടവൻ ദെക്കപ്പൊലി നാട്ടിൽ തന്നെ നിൽക്കണം. കാരണം നിന്നിലൂടെ ചെയ്യേണ്ട ദൈവപ്രവർത്തികൾ, നിന്നിലൂടെ ചെയ്തെടുക്കേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾ ഈ പട്ടണത്തിനകത്ത് വേറൊരുത്തനിലൂടെ ചെയ്തെടുക്കാൻ കഴിയത്തില്ല. അത് നിന്നിലൂടെ മാത്രമേ. കാരണം ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഉള്ളതുകൊണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ ഉള്ളതുകൊണ്ട്, ദൈവം നിന്റെ മേൽ അധികാരങ്ങൾ പകർന്നിരിക്കുന്നതുകൊണ്ട് നീ അതിനെ പിടിച്ചെടുക്കാതെ നീ കാൽ ചവിട്ടുന്ന ദേശമൊക്കെ ഞാൻ നിനക്ക് അവകാശമായി തരാമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവമഹത്വം കാണുവാനിടയായി തീരട്ടെ. എലീശയുടെ ചുറ്റും നിൽക്കുന്ന അരാമ്യ സൈന്യം അവർക്ക് വേണമെങ്കിൽ കയറി ആക്രമിക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ദൈവശബ്ദം കേട്ട എലീശയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗം തുറന്ന് അവരെ അന്ധത പിടിപ്പിച്ചെങ്കിൽ, നീ നോക്കി പേടിക്കുന്ന ചിലതിനെ നോക്കി ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരം അതിന്മേൽ ചലിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകലിൽ നിന്നെ നിരാശപ്പെടുത്തുന്ന വിഷയങ്ങളെ നോക്കി നീ അതിനകത്ത് തകർന്നു പോകുമെന്ന് വിധി പറഞ്ഞിരിക്കുവാനല്ല, നീ അതിനെ നോക്കി പറയണം, യേശുവിൻ്റെ നാമത്തിൽ അതിന്മേലൊരു അധികാരത്തിൻ്റെ അന്ധത വരട്ടെ എന്ന്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന സ്ട്രഗിൾസിന്റെ മുകളിൽ നിങ്ങളെ ഞെരുക്കുന്ന ആളുകളുടെ മുമ്പ് നിങ്ങൾ അവരെ നോക്കി പറയണം, യേശുവിന്റെ നാമത്തിൽ ഈ പ്രതിസന്ധിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുകയാണെന്ന്. ഞാൻ പലപ്പോഴും പറയുന്ന അതേ പദം ഇപ്പോഴും പൊളിച്ചു പറയുകയാ. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മലയാളിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാ വിഷയം. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മലയാളിയെ ഒരുപക്ഷെ ടെർമിനേറ്റ് ചെയ്തേക്കാന്നേ, പക്ഷെ ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന കരമുണ്ടെന്ന്. നീ ഒരു സംതിങ് സ്പെഷ്യലാ. ദൈവത്തിന് നീ ഒരു സംതിങ് സ്പെഷ്യലാ. ദൈവത്തിന്റെ നീ ഒരു ഗിഫ്റ്റാ. അതുകൊണ്ട് ദൈവത്തിന്റെ കയ്യിലെ മകളായ നിന്നെ അവൻ വെറുതെ വലിച്ചിഴച്ച് പുറത്തേക്ക് കളയുവാനുള്ളതല്ല. കാരണം ദൈവിക പദ്ധതി നിന്നിലൂടെ വെളിപ്പെട്ടു വരണമെങ്കിൽ നീ അവിടെ തന്നെ നിൽക്കണം. ഞങ്ങളുടെ കൂടെയുള്ള ഇന്ന വ്യക്തിയെ ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് മാറ്റി COS ഒന്നും പുതുക്കി കൊടുക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു ഒറ്റ പദമുള്ളൂ, ദൈവമാ നിന്നെ ആ ജോലി സ്ഥലത്താക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സമയം വരെയും നീ ദൈവസന്നിധി വിശ്വസ്തനായ മതി. നിന്നെ വിശ്വസ്തതയുടെ കരത്തിൽ പൊതിയുന്നൊരു കർത്താവിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കും എന്തും സംഭവിച്ചിട്ടോന്നേ, നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ ചിലപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കാം, പക്ഷെ ദൈവം നിന്നെ സുരക്ഷിതമാക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിന്നെ ഇവിടെ അയച്ചിട്ടുള്ളത്. കാരണം അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരോട് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് അതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശമൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞവന് ഉദ്ദേശമുണ്ടെങ്കിൽ നിന്നെ ഇങ്ങോട്ട് അയച്ചവന്റെ ഉദ്ദേശം നിന്നിലൂടെ വെളിപ്പെടുത്തണമെങ്കിൽ നീ സംരക്ഷണ വലയത്തിനകത്ത് ആയെങ്കിലേ പറ്റത്തുള്ളൂ. എന്ന് പകലിൽ പറയണം, കർത്താവേ, ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതികൂലങ്ങൾ വന്നാലും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാനിടയാകാതെ എല്ലാ കണ്ണുകളും അടച്ചാട്ട ദൈവത്തോട് പ്രാർത്ഥിക്കാം.